ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. പാചകവാതകം കിട്ടാനില്ല. നിലമ്പൂരിലെ ഹോട്ടലുകളും ബേക്കറികളും വഴിയോര തട്ടുകടകളും പ്രതിസന്ധിയിൽ. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം വാണിജ്യ സിലിണ്ടറുകൾക്കുള്ള ക്ഷാമമാണ് ഹോട്ടലുകളെയും ബേക്കറികളെയും തട്ടുകടകളെയും കാര്യമായി ബാധിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതകത്തിന് ക്ഷാമം നേരിട്ട് തുടങ്ങിയതോടെ നിലമ്പൂർ മേഖലയിലെ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന്റെ മെനുവിൽ മാറ്റം വരുത്തി തുടങ്ങി. ഗ്യാസ് മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് പല ഹോട്ടലുകളിലും കുറച്ചിട്ടുണ്ട്. റംസാൻ മാസമായതിനാൽ മേഖലയിലെ 60% ഹോട്ടലുകളും പകൽ അടച്ചിടുന്നതിനാൽ ആവശ്യമായി വരുന്ന ഗ്യാസിന്റെ അളവ് താരതമ്യേന കുറവാണ്. എന്നാൽ 20-ന് പെരുന്നാൾ കഴിയുമ്പോഴും ഈ സ്ഥിതിക്ക് മാറ്റം വന്നില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ, നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ എന്നിവർ പറഞ്ഞു. ഗ്യാസിന്റെ ലഭ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഗ്യാസ് ലഭിക്കുന്നില്ല. നിലവിലില്ല ഗ്യാസ് ഇവിടെ ഇല്ലെന്ന് വെച്ചിട്ടാണ് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഏകദേശം 1-2 ദിവസങ്ങളിൽ ഏറി വന്ന ഉപയോഗിക്കൽ ഗ്യാസ് മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അളവും വളരെ കുറച്ച്, മെനു ഒരുപാട് ചുരുക്കി, നമ്മൾ ഡെയിലി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ഒരു താൽക്കാലിക രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1-2 ദിവസം മാത്രമേ ഈ രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. വിറകുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇനിയിപ്പോൾ നോക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിറകിന്റെ അടുപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഗ്യാസ് വിതരണം വീണ്ടും പഴയ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നിലമ്പൂർ യൂണിറ്റിൽ മാത്രം ഹോട്ടൽ ഉടമകളായി 78 അംഗങ്ങളാണുള്ളത്. വഴിയോര കച്ചവടങ്ങളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് തട്ടുകട ഉടമ ഷാജഹാൻ പറഞ്ഞു. ആവശ്യത്തിന് ഗ്യാസ് ലഭിക്കുന്നില്ല. സ്വകാര്യ മേഖലയിൽ നിന്ന് വാങ്ങുന്ന ഗ്യാസിന് വില കൂടുതൽ നൽകേണ്ടി വരുന്നുണ്ട്. ഈ വഴിയോരത്ത് ഇതേമാതിരി എണ്ണക്കടികള് അതേമാതിരിയുള്ള ചെറുകിട സാധനങ്ങൾ വിറ്റാണ്ട് തന്നാല് ഉപജീവന മാർഗം നടത്തുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മളിന്നലെ ഈ വഴിയോര കച്ചവടക്കാര്. അപ്പൊ ഞങ്ങളെ പോലെ തന്നെ ചെറിയൊരു മേഖലയിൽ നിന്ന് വരുന്ന ഈ ആൾക്കാർക്ക് ഒരു ദിവസം ഒരു 800-1000 രൂപയോളം തന്നെ അതിൽ നിന്ന് പൈസ വർധനവ് വരികയാണ്. കാരണം ഒന്നുമില്ലാതെ പെട്ടെന്ന് സാധനം കിട്ടേണ്ട ദിവസം എന്ന് പറഞ്ഞാല് പൈസക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കര ടൈറ്റാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്ന് വാങ്ങുന്ന ഗ്യാസിന്റെ പൈസ അല്ലേ നാളെ. അപ്പൊ ഈ ചെറിയ മേഖലയിലുള്ള ആൾക്കാർ പറഞ്ഞാല് ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇത്തരം തന്നെ പരിപാടികൾ നടത്തുമ്പോൾ ഇത് ഭയങ്കര പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിട്ട്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഇതെന്നാൽ കിട്ടുന്ന ലാഭത്തിന് നമുക്ക് കിട്ടുന്ന പൈസ നിന്നാണ് ഈ ഗ്യാസിന്റെ പൈസ അധികമായിട്ട് വരുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയൂല. എങ്ങനെയായാലും പറഞ്ഞാല് ഓട്ടോമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഇതിപ്പം തന്നെ കിട്ടിയാലും ശരി കിട്ടിയിട്ടില്ല, കിട്ടിയാല് ഇതേമാതിരി തന്നെ പൈസ കൂടുതലായിട്ട് വരുന്നത്. അപ്പം തന്നെ എങ്ങനെയായാലും നമുക്കിത് ഒത്തുകൊണ്ട് പോകൂല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതായിട്ട് ടാലി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും കഴിയൂല. ഓട്ടോമാറ്റിക്കലായിട്ട് നിൽക്കാനുള്ള പരിപാടിയാണ് സാധ്യത കൂടുതൽ. അത്രയാണ് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിലമ്പൂരിലെ പ്രമുഖ ഹോട്ടലുകളിൽ നിശ്ചിത ഇനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ജീവനക്കാർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് വിറകടുപ്പ് ഉപയോഗിച്ചുള്ള അടുപ്പിലാണ്. ചെറിയ വിഭവങ്ങളെല്ലാം വൈദ്യുതി അടുപ്പിലും ഉണ്ടാക്കുന്നുണ്ട്. ചില ഹോട്ടലുകളിൽ ഒരാഴ്ചയായി ഉപയോഗിക്കാനുള്ള സ്റ്റോക്ക് മാത്രമാണ് നിലവിലുള്ളത്. ഇത് തീരുന്നതോടെ പൂർണ്ണമായും വിറകടുപ്പിലേക്ക് മാറേണ്ടി വരും. എന്നാൽ വിറകുപയോഗിച്ച് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കാൻ കഴിയില്ലെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഗ്യാസ് കിട്ടാത്തത് മൂലം ബേക്കറികളും വലിയ പ്രതിസന്ധിയിലാണെന്ന് ബേക്കറി ഉടമകളും പറഞ്ഞു. ഈ ഗ്യാസിന്റെ പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. കാരണം പല ബേക്കറികളിലും പണ്ടത്തെ സിസ്റ്റം അല്ല, അപ്പോൾ കൂടി മാറ്റിയിട്ട് പലരും ഗ്യാസിനെയാണ് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇലക്ട്രിക്കൽ സ്റ്റവ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം ഡീപ്പ് ഓയിൽ ഫ്രൈ ആയിട്ടുള്ള കട്ട്ലറ്റ്, സമൂസ, പൊക്കവട ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ പല ബേക്കറിയും പാടെ ഒഴിവാക്കി ഓവനിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രീ ഓർഡർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാ ഗ്യാസ് റിസർവ് ചെയ്ത് വെക്കേണ്ട സ്ഥിതിയാണ്. നമ്മൾ മുന്നേ കമ്മിറ്റ് ചെയ്തവർക്ക് കൊടുക്കാൻ വേണ്ടി നിലവിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാസ് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ പ്രൊഡക്ഷൻ അതിന് കണക്കാക്കി ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മെനുവിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്കും മനസ്സിലാവുന്നില്ല പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. നോമ്പിന് നമ്മൾ ചെയ്യുന്ന പല സ്നാക്സ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. കട്ട്ലറ്റ് ആയിക്കോട്ടെ, സമൂസ ആയിക്കോട്ടെ, ഇതെല്ലാം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ ചില പ്രൊഡക്ട്സ് ഒക്കെ പാടെ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അവൈലബിൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തോട്ടില്ല. അപ്പോൾ ഇന്ന് എത്രത്തോളം ചുരുക്കി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ ഹോട്ടലുകൾ ഓർഡർ ഭക്ഷണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്.
പശ്ചിമേഷ്യൻ യുദ്ധം ഏറ്റവും ബാധിച്ച മേഖലകളിൽ ഒന്നായി ഹോട്ടൽ വ്യവസായം മാറിക്കഴിഞ്ഞു. ഗാർഹിക പാചകവാതക ക്ഷാമവും നിലവിൽ അതിരൂക്ഷമായി തുടരുകയാണ്. A+ വിഷൻ, നിലമ്പൂർ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.